നമ്മൾ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അങ്ങനത്തെ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ല എന്ന് വളരെ സ്പെസിഫിക്കായി വിശദീകരിച്ചു. ഇപ്പോഴും പക്ഷേ ട്രംപും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും വളരെ കാര്യമായി അതുതന്നെ ഒരു പ്രൊപ്പഗൻഡ പോലെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൗദിയിലും. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇന്ത്യയുടെ ഒരു ഔദ്യോഗിക നിലപാട് പുറത്തേക്ക് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എത്രത്തോളം ഫോൺ കോളുകൾ നടന്നു, ആരോട് സംസാരിച്ചു എന്ന ഡീറ്റെയിൽസ് മുഴുവൻ പുറത്തു വന്നിട്ടുണ്ട്. അത് അമേരിക്കൻ സർക്കാർ ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, പാകിസ്ഥാനിലെ ഗവൺമെന്റുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. പാകിസ്ഥാൻ ആർമി ജനറലിനെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് റൂബിയോ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് പ്രധാനമന്ത്രി മോദി വിളിച്ചു. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഔദ്യോഗികമായി നമ്മൾ ഒരു മൂന്നാം കക്ഷി അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിന്റെയോ രാജ്യത്തിന്റെയോ, അത് UN ആകാം US ആകാം, അവരുടെ മധ്യസ്ഥതയോട് നമുക്ക് യോജിപ്പില്ല എന്നുള്ളത്. ഇത് നീണ്ടകാലമായി ഉള്ള ഇന്ത്യയുടെ നിലപാടാണ്. ഇപ്പോൾ ഇതിനെ ചൊല്ലി പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ വിമർശനം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നാൽ നമ്മുടെ ഔദ്യോഗിക നിലപാട് ട്രംപിനെ നിയന്ത്രിക്കുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ലോകത്തിൽ ഒരു പീസ് മേക്കറായി സ്വയം കാണണം എന്നതാണ് ആഗ്രഹം. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു വിജയമാണ് അമേരിക്കൻ സർക്കാർ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ ചർച്ചകൾ നടത്തി, അവരുമായി ചർച്ചകൾ നടത്തി ഈ ഒരു സീസ് ഫയർ ഒത്തുതീർപ്പിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പരസ്യമായി തന്നെ പറയുന്നു. പിന്നെ സൗദിയിലെ പ്രസംഗത്തിന്റെ മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ സൗദി സന്ദർശനത്തിന്റെ ഒരു പ്രധാന അജണ്ട ആ റീജിയണിൽ ഉള്ള എല്ലാ കോൺഫ്ലിക്റ്റുമാണ്. അത് ഗാസയിലെ യുദ്ധമാണെങ്കിലും യമനിലെ പ്രശ്നങ്ങളാണെങ്കിലും ലെബനനിലെ പ്രശ്നങ്ങളാണെങ്കിലും ഇതെല്ലാം അവിടുത്തെ ഒരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഇറാനുമായുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ ചർച്ചകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു ലോകാവസ്ഥയിൽ ട്രംപ് സ്വയം ഒരു പീസ് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നു. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റ് ലോക സമൂഹത്തെ അല്ല, അദ്ദേഹത്തിന്റെ ഡൊമസ്റ്റിക് ഓഡിയൻസ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഓഡിയൻസിന്റെ മുന്നിൽ, അദ്ദേഹത്തിന്റെ സപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ അദ്ദേഹം ഒരു ലോക സ്റ്റേറ്റ്സ്മാനായി തിളങ്ങുന്നു എന്ന്, അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് റിസൾട്ട്സ് ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് ആ കാര്യം പറയുന്നത്. മാത്രമല്ല രണ്ടാം തവണയുള്ള വരവിന് ശേഷം അത് എടുത്ത ആ തീരുമാനങ്ങളൊക്കെയും ഈ ടാക്സുമായി ബന്ധപ്പെട്ടൊക്കെ എടുത്ത തീരുമാനങ്ങളൊക്കെയും ദോഷമായി ഭവിച്ചു. അതിൽ ഇളവുകളിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് ഓപ്പറേഷനാണ് നിശ്ചയമായും അദ്ദേഹം ആ എക്സർസൈസാണ് നടത്തുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് രാജ്യാന്തര സമൂഹത്തിൽ നോക്കുമ്പോൾ ഇതിനകത്തേക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും വിധത്തിലേക്ക് ആ അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത് സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതുവരെ അംഗീകരിക്കാത്ത ഒരു കാര്യമല്ലേ. അതിന് നമ്മൾ വഴങ്ങിക്കൊടുത്തു എന്നൊരു പൊതു ഇംപ്രഷൻ, ഒരു ചിന്താഗതി ശക്തമായിട്ടില്ലേ? അല്ല, തീർച്ചയായും അത് വഴങ്ങിക്കൊടുത്തു എന്നുള്ളത് സത്യമാണ്. എന്തുകൊണ്ട് വഴങ്ങിക്കൊടുത്തു, എന്ത് കാരണങ്ങളാണ് നമ്മുടെ മുൻപാകെ വെച്ചത് എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമന്ത്രി മോദിയുടെ രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് ആ സീസ് ഫയർ എഗ്രി ചെയ്യാൻ പിന്നിലെ ഇന്ത്യയുടെ റീസണിങ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വലതുപക്ഷക്കാര് തന്നെ ഒരുപാട് പേര് ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട് എന്തുകൊണ്ട് യുദ്ധം തുടർന്നില്ല എന്നുള്ളതിനെ കുറിച്ച്. എന്റെ അഭിപ്രായം എടുത്താൽ എന്നെ സംബന്ധിച്ചോളം യുദ്ധം ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും ഇരു രാജ്യങ്ങളുടെ ജനങ്ങൾക്കും ഗുണകരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമേരിക്ക ഇടപെട്ട് ഒരു സീസ് ഫയർ ഉണ്ടായാൽ അതിൽ നിന്നും പ്രത്യേകിച്ചും അതിർത്തിയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്കും അതുപോലെ തന്നെ അപ്പുറത്ത് പാകിസ്ഥാനിൽ താമസിക്കുന്ന സാധാരണ പാകിസ്ഥാൻകാർക്കും ഒരുപാട് ആശ്വാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധം ഉണ്ടാകാതെ എങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. രണ്ടു
മൂന്ന് ദിവസം മുമ്പ് നമ്മുടെ മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് നരവണെ തന്നെ പറഞ്ഞു, എന്നോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഉടനെ ബോർഡറിലേക്ക് പോകും, എന്നാൽ എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് എന്നും ഡിപ്ലോമസി ആണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഇത് യുദ്ധം ഒരു ബോളിവുഡ് സിനിമ പോലെ അല്ല, ടെലിവിഷൻ ചാനലുകാർ കാണിക്കുന്ന പോലെ അല്ല എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ട് ഈ യുദ്ധം എന്ന കാര്യം വളരെയധികം ഗൗരവമുള്ള ഒരു കാര്യമാണ്, വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വസ്തുതയാണ്. അതിലേക്ക് നമുക്ക് വളരെ ആലോചിച്ച് സൂക്ഷിച്ചു വേണമേ കടക്കാൻ പാടുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ അത് അമേരിക്കയുടെ ഈ ഒരു ഇൻഫോർമൽ മധ്യസ്ഥതയിലൂടെ ആണെങ്കിലും ഈ ഒരു സീസ്ഫയർ ഉണ്ടായത് നല്ലതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇതിനു മുമ്പും പ്രീസിഡൻസ് ഉണ്ട്. കാർഗിൽ യുദ്ധത്തിന്റെ സമയത്ത് അവസാനം അമേരിക്ക ഇടപെട്ട് പാകിസ്ഥാനെ പ്രഷർ ചെയ്തിട്ടാണ് കാർഗിലിൽ നിന്നും പാകിസ്ഥാനി ട്രൂപ്സിനെ വിഡ്രോ ചെയ്തത്. ഇപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ 2021 മുതൽ ഉണ്ടായിരുന്ന ഒരു സീസ്ഫയർ, LOCയിലെ സീസ്ഫയർ മധ്യസ്ഥത വഹിച്ചത് UAE ആണ് എന്നാണ് പരസ്യമായി പലരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യലായിട്ടൊരു പൊസിഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും അൺഒഫീഷ്യലായിട്ട് നമ്മുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത തേടുന്നതിൽ അല്ലെങ്കിൽ അവരുടെ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സത്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു മൂന്നാം കക്ഷിയുടെ സപ്പോർട്ട് ആവശ്യമില്ല, സഹായം വേണ്ട എന്ന് ഒഫീഷ്യലി പറയുമ്പോഴും അൺഒഫീഷ്യലി അനൗദ്യോഗികമായി എങ്ങനെ നടക്കുന്നു എന്ന കാര്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി താങ്കൾ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരുപാട് ചർച്ചകൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇടയിൽ അമേരിക്കയുമായി നടത്തിയിട്ടുണ്ട് എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നടത്തിയിട്ടില്ല എന്ന് പറയാനും പ്രത്യേകം ശ്രദ്ധിച്ചു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് വ്യാപാര ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പ്രത്യേകം പറയാൻ വിദേശകാര്യ മന്ത്രാലയം മറന്നില്ല എന്നുണ്ട്. അതെ, എല്ലാവരും ട്രംപിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഹീസ് എ പേഴ്സൺ ഹു ഷൂട്ട്സ് ഫ്രം ദ ഹിപ്പ്, പെട്ടെന്ന് എടുത്തു ചാടി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. പിന്നെ പുള്ളിക്ക് സ്വയം വലിയ ആളാണെന്ന് ലോകത്തെ കാണിക്കണം, അമേരിക്കയെ കാണിക്കണം. അപ്പോ അതിനെല്ലാം വേണ്ടി പീസ് മേക്കർ ആയിരുന്നു എന്ന കൂട്ടത്തിൽ പുള്ളി ടാരിഫിന്റെ ഇഷ്യൂ ആണെങ്കിലും ട്രേഡിന്റെ ഇഷ്യൂ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളുമായി അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അമേരിക്കയും ആ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാകാൻ ഒരു പ്രധാന കാരണം ട്രംപിന്റെ നയങ്ങളാണ്. അപ്പോൾ അതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് അദ്ദേഹം എടുത്തു പറഞ്ഞതായിരിക്കും, ഞാൻ ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയായിട്ടും ട്രേഡ് ചെയ്യാം, ഇന്ത്യയുമായിട്ടും ട്രേഡ് ചെയ്യാം, പാകിസ്ഥാനുമായിട്ടും ട്രേഡ് ചെയ്യാം. അപ്പൊ അതെന്തോ ഈ സീസ് ഫയറിന് വലിയൊരു ഇൻസെന്റീവ് ആയിരുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. എന്നാൽ അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് ആരും വിശ്വസിക്കില്ല. ഇതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് എന്തായിരുന്നാലും വളരെ ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്ക് പേരിന് പോലും ട്രേഡ് ഉള്ള ഒരു രാജ്യമല്ല. ട്രേഡിലുള്ള നേട്ടങ്ങൾ നോക്കിയല്ല ഇന്ത്യ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മൾ ഇന്ന് പരസ്യമായി അറിയാത്ത പല സാഹചര്യങ്ങളുണ്ട്. അമേരിക്കയുടെ ന്യൂയോർക്ക് ടൈംസിൽ നിന്നും വന്ന ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചത് അമേരിക്കക്കാർക്ക് എന്തോ ഒരു വളരെ അലാർമിംഗ് ആയ ഇന്റലിജൻസ് റിപ്പോർട്ട്സ് ലഭിച്ചു പാകിസ്ഥാനുള്ളിൽ നിന്നും. അതുകൊണ്ടാണ് ആ ഇന്റലിജൻസ് റിപ്പോർട്ട്സ് ലഭിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് ഞങ്ങളുടെ ബിസിനസ് അല്ല, ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന അമേരിക്കൻ സർക്കാർ 24 മണിക്കൂറിനുള്ളിൽ അവരുടെ നിലപാട് മാറ്റുകയും വളരെ സജീവമായി ഇതിലേക്ക് ഇറങ്ങി ഇരുവശത്തെയും ഫോൺ വിളിച്ച് ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ആ അലാർമിംഗ് ഇന്റലിജൻസ് എന്താണ് എന്നുള്ളതാണ് ലോകം അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഈ ഊഹാപോഹങ്ങൾ ഇത് ന്യൂക്ലിയർ സംബന്ധമായ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘടന നടക്കുന്ന സമയത്ത് ആ റീജിയനിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി. അപ്പോൾ എർത്ത്ക്വേക്ക് കാരണം പാകിസ്ഥാനിലെ ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്യുന്ന സൈറ്റിൽ എന്തെങ്കിലും വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ്. മറ്റൊന്ന്, ഇന്ത്യ ഉദ്ദേശിച്ചിട്ടല്ലെങ്കിലും അബദ്ധത്തിൽ ഇന്ത്യ ടാർഗറ്റ് ചെയ്ത ആ എയർപോർട്ട്സും മറ്റ് നമ്മുടെ സ്ഥലങ്ങളും അവയിൽ അബദ്ധത്തിൽ അതൊരു ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോറേജ് സൈറ്റിന് അടുത്ത് ചെന്ന് വീഴുകയും ഇതുപോലുള്ള മിസൈൽ ആക്രമണം വീണ്ടും ഉണ്ടായാൽ
ചിലപ്പോൾ ആക്സിഡന്റ് ആയിട്ട് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടായേക്കാം എന്നതായിരുന്നു ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നെല്ലാം ഇന്റർനാഷണൽ മീഡിയയിൽ ഒരുപാട് സ്പെക്കുലേഷൻ ഉണ്ട്. നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. എന്തായിരുന്നാലും പെട്ടെന്ന് നമ്മുടെ നിലപാട് മാറ്റി ഒരു സീസ് ഫയറിന് എഗ്രി ചെയ്യാൻ ഇന്ത്യ തയ്യാറായാൽ അതിന് തക്കതായ കാരണം ഉണ്ടാകും. ആ കാരണം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നാണ് എന്റെ വിശ്വാസം. ഞാനും അതാണ് സർ, ഞാനും അത് തന്നെയാണ് താങ്കൾ പറഞ്ഞു തന്നപ്പോൾ ആലോചിച്ചത്. നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതാണ്. ഇന്ന് ഊഹാപോഹമാണ് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് നമ്മൾ ചെകയുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒരു കാലത്ത് ഇതെല്ലാം പുറത്തു വരും. ഒരു പുസ്തകമായിട്ടാകാം, വെളിപ്പെടുത്തലായിട്ടാകാം, അല്ലെങ്കിൽ പല ഡോക്യുമെന്റ്സ് വെച്ചിട്ടുള്ള വിവരങ്ങളാകാം. എങ്ങനെയും ഇതൊക്കെ നാളെ നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരും. അതിന് കാത്തിരിക്കുക എന്നുള്ളതേ തൽക്കാലം ചെയ്യാനുള്ളൂ.